വികസന കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ളവരാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. അടിസ്ഥാന സൗകര്യങ്ങളിൽ തുടങ്ങി വൻകിട പദ്ധതികൾ വരെ മണ്ഡലത്തിൽ എത്തിക്കണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ താല്പര്യം. നിലവിൽ ആവശ്യപ്പെട്ട പദ്ധതികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല എന്ന പരാതി നിലവിലെ എംപിക്കുണ്ട്. നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇടതുപക്ഷ മുന്നണി എന്നും പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യം നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ദീർഘകാലം ചർച്ച ചെയ്ത കാര്യങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വികസന രംഗത്ത് നമ്മുടെ കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കും. ഈ 7.5 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മുടെ കേരളത്തിൽ നല്ല വികസന പ്രവർത്തനം നടന്നുണ്ട്. ആ വികസന പ്രവർത്തനം നടത്താൻ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമുണ്ടായിരുന്നു. ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ വേണ്ടി കടമെടുത്തിട്ടാണെങ്കിലും വികസന പ്രവർത്തനം നടത്തുക എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ മുന്നോട്ട് വെച്ചു. അതുകൊണ്ടാണ് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്ന പല പദ്ധതികളും ഈ സന്ദർഭത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട്. നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 7 അസംബ്ലി മണ്ഡലമുണ്ട്. 7 അസംബ്ലി മണ്ഡലത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലുണ്ടാകണം. പിന്നെ മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നല്ലപോലെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് കഴിയും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ. പിന്നെ ചേലക്കര മണ്ഡലത്തിലെ വികസന രംഗത്തുണ്ടാക്കിയ വലിയ മാറ്റമുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകും. കുഞ്ഞുങ്ങൾ, അമ്മമാർ, അങ്ങനെയുള്ള എല്ലാവരെയും സംബന്ധിച്ച് കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. സമൃദ്ധമായിരിക്കുന്ന കുടിവെള്ള പദ്ധതികളാണ് ഞങ്ങൾക്ക് ഇനിയും ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ എൻ്റെ മണ്ഡലം 2 ജില്ലകളിലാണ്. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വടക്കാഞ്ചേരിയാണ്. ഇപ്പോഴും പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് നെല്ലിയാമ്പതി പോലെ പറമ്പിക്കുളം ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾ മുഴുവൻ ആശ്രയിക്കുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെയാണ്. ആ മെഡിക്കൽ കോളേജ് ഉടനടി ഞങ്ങളുടെ ആവശ്യപ്രകാരം അടിയന്തരമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി പാലക്കാടിൻ്റെ മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കുകയുള്ള അതിന് തടസ്സം നിൽക്കുന്ന സർക്കാരുകളുടെ എവിടെയാണ് ആ തടസ്സം, അത് പരിഹരിച്ചുകൊണ്ട് അത് അടിയന്തരമായി തുറന്നു വിടുക. തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന അമ്മമാർ ഓടി വന്ന് പറയുമ്പോൾ അത്തരം പദ്ധതികൾ ഞങ്ങളുടെ നാടിന് ആവശ്യം. മറ്റ് ടയർ കമ്പനികളിലുമൊക്കെ ദൈനംദിനമായിട്ടുള്ള ജോലിക്ക് പോയി വരുന്ന ആളുകളാണ്, ട്രെയിനിലും ബസ്സിലും അല്ലെങ്കിൽ യാത്ര ചെയ്തു വരുന്ന ആളുകൾ. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അത്തരം രീതിയിൽ ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂലി നന്നായി കൃത്യമായി ലഭ്യമാകുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ കൂടി വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന. നമ്മളവിടെ ശരിക്കുള്ള വികസനം തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ബേസിക്കായിട്ട് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പക്കാർക്കൊന്നും ഇപ്പം കേരളത്തിൽ താമസിക്കാനൊന്നും ഇവിടെ താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിച്ചു വന്നാൽ ഇവിടെ ജോലി കിട്ടില്ല. അപ്പോൾ അവർ പലരും പുറത്തേക്കാണ് പഠിക്കാൻ പോകുന്നത്. അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഒരുപാട് ബാധിക്കും. അവരവിടെ പോയാൽ അവർക്ക് ജോലി കിട്ടും, പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടി അവരവിടെ തന്നെ അങ്ങോട്ട് കഴിയാനാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ജോലിയില്ല. നമ്മുടെ നാട്ടിൽ ജോലി എവിടെ നിന്നുണ്ടാവും? നമ്മുടെ നാട്ടിൽ ജോലി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു വ്യവസായം വരുമോ? അപ്പോൾ നമ്മുടെ ഒരുപാട് കുട്ടികളൊക്കെ ജോലിക്കാരൊക്കെ നമ്മൾ കോയമ്പത്തൂർ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നുണ്ട്. കാരണം അവിടെയാണ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായി വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ എന്താ പറയുക, മെട്രോ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പാലക്കാട്ടേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഉള്ളിലേക്ക് നമുക്ക് നീട്ടാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് റോഡുകൾ ഒരു പിൽഗ്രിം വികസനം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. റോഡിൻ്റെയൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡുകൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്ഥാനാർത്ഥികൾ നിലപാടുകളും നയങ്ങളും വ്യക്തമാകുന്ന ഓട്ടോഗ്രാഫാണ് നിങ്ങൾ കണ്ടത്.